ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് എഗ്ഗ് പക്കോടയാണ് നമ്മൾ ഉണ്ടാക്കണേ. അതിന് വേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, അത് ഓരോരുത്തരെ എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് സവാള ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ അതിലേക്ക് കുറച്ച് മസാലപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്കിത് ഓംലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓംലേറ്റിൻ്റെ ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് അത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും വെന്ത് കഴിയുമ്പോൾ നമുക്കത് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇനി നമ്മൾ ഈ ഓംലേറ്റിനെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിയില. ഇതൊക്കെ ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കണേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി വിസ്ക് വെച്ചിട്ട് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ബാറ്റർ ഇത്തിരി തിക്കായിട്ട് വരുന്ന രീതിയിൽ വേണം ഇത് മിക്സ് ആക്കി എടുക്കാൻ. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓംലേറ്റ് ഓരോന്നും ഈ ബാറ്ററിൽ ഇട്ടിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അതിട്ട് അതൊന്ന് ഒരു വശം റെഡി ആയതിന് ശേഷം നമുക്ക് അടുത്ത വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറായി തീരുമ്പോൾ നമുക്ക് ഇത് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗ് പക്കോട ഇവിടെ റെഡി ഉണ്ട് കേട്ടോ. അടിപൊളി സ്നാക്കാണേ. പെട്ടെന്ന് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.